സാറേ, ഈ പാക് അധീന കശ്മീർ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലം മുതൽ നമ്മൾ ഈ പാക് അധീന കശ്മീർ അത് ഇന്ത്യയുടെ പിന്നെ കയ്യിലുണ്ടാകേണ്ടതാണ്. 47 മുതൽ തുടങ്ങിയ പ്രശ്നമാണ് അതിൻ്റെ പേരിൽ. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ വലിയൊരു ആയുധശേഷിയുള്ള ഒരു രാഷ്ട്രമാണ്. ധനകാര്യസ്ഥിതിയും ഇന്ത്യയുടേത് വലിയ മികച്ച രീതിയിലാണ്. ഇപ്പോൾ ഇന്ത്യക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഈ പാക് അധീന കശ്മീർ ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ ചെയ്യുന്നത് പോലെ അതങ്ങ് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ ഇപ്പോഴും അതിൽ ഒരു സായുധമായ ഇടപെടൽ വേണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു അവിടെ ഇന്ത്യ ഒരിക്കലും ഒരു ആയുധ മത്സരത്തിന് ഇറങ്ങിത്തിരിക്കില്ല, അവിടെ ഒരു സൈനികമായ നടപടി എടുക്കില്ല. പക്ഷേ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ അവർ ഇന്ത്യക്കൊപ്പം വരണമെന്നുള്ള നിലപാടിലെത്തും എന്നുള്ളതാണ്. അപ്പോൾ അതിന് അദ്ദേഹം പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാര്യം, രണ്ട് രാജ്യങ്ങളുടെയും വളർച്ചാ നിരക്ക്, വികസന പദ്ധതികൾ, ഇവിടെയുള്ള നാട്ടുകാരുടെ ജനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് അവിടെയുള്ള ആൾക്കാർ ഈ രീതിയിൽ നമ്മൾ മാറണം എന്ന് ചിന്തിക്കും. അങ്ങനെ സ്വാഭാവികമായി അവിടെ ഇപ്പോൾ ബലൂചിസ്ഥാനിലൊക്കെ നടക്കുന്നതിന് സമാനമായി പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാടെടുത്ത് പൊതുജനങ്ങൾ തെരുവിലിറങ്ങും എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇവിടെ അപ്പോൾ പാക് അധീന കശ്മീരിൽ ഇപ്പോൾ അവിടെ വലിയ ജനകീയ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. അവാമി ആക്ഷൻ കമ്മിറ്റി അവർ 2-3 ദിവസമായിട്ട് അവിടെ ബന്ദ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പാക് അധീന കശ്മീരിൽ ഇനി എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നമുക്ക് ഇത്തരം കാര്യങ്ങളുള്ള ഏറ്റവും വലിയ നമ്മുടെ ദൗർബല്യം ഇത് ഒരു റോസി പിക്ചർ, സ്വപ്നം കാണുന്ന പോലെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കണക്ക് കൂട്ടാൻ പറ്റും. പാക് അധീന കാശ്മീർ നാളെ അവിടെ റിവോൾട്ട് ഉണ്ടാവുകയും അവരവിടെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തെ എല്ലാവരുടെ നിയന്ത്രണങ്ങളെ മറികടന്ന് നാളെ സ്വതന്ത്രമായി നിൽക്കുക, അല്ലെങ്കിൽ ഇന്ത്യയോട് ചേരാൻ തീരും. അവരാദ്യത്തെ അവരുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാകാനാണ്. ആ ഇൻഡിപെൻഡൻറ്റ് രാജ്യമാകാൻ നോക്കണമെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ സഹായം വേണ്ടി വരും. അല്ല, അങ്ങനെ സ്വതന്ത്ര കാശ്മീരിലോട്ട് ആ ഒരു നിലപാടിനോട് ഇന്ത്യക്ക് യോജിപ്പില്ലല്ലോ. അവിടെ അപകടം കിടക്കുന്ന എവിടെയാണ്? അവരവിടെ സ്വാതന്ത്ര്യം പാകിസ്ഥാനെ ഓവർത്രോ ചെയ്ത് അവർ സ്വന്തമായിട്ട് രാജ്യമായി സ്ഥാപിക്കുന്നെങ്കിൽ ഇന്ത്യക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? ഇന്ത്യക്ക് തള്ളിപ്പറയാൻ പറ്റുക താൽക്കാലികമായിട്ട്. അല്ല അമേരിക്ക കയറി അനുകൂലിക്കും, അല്ല ചൈന കയറി അനുകൂലിക്കും, അപ്പോഴും നമുക്ക് അപകടം. അങ്ങനെ ഒരു കാശ്മീർ അവിടെ ഉണ്ടായാൽ നമ്മുടെ ഇന്ത്യൻ കൈവശമുള്ള കാശ്മീരിൽ എന്ത് സംഭവിക്കും? അവിടെയും പ്രശ്നമുണ്ടാകും. അവിടെയും പ്രശ്നമുണ്ടായി. ഞങ്ങൾ 2 കാശ്മീരുകൾ ഒരുമിച്ച് എന്നുള്ള ബംഗ്ലാദേശിൻ്റെ മോചന സമയത്തും ബംഗാളിലുണ്ടായതാണ്. ഒറ്റ ബംഗാൾ, സോണാർ ബംഗാൾ, ഒറ്റ ബംഗാൾ മതി എന്നുള്ള രീതിയിലേക്ക് കുറേ പേരെങ്കിലും പോയി. ഇവിടെ വളരെ പെട്ടെന്ന് ഇന്ത്യൻ ആർമി സ്ട്രോങ് ആയിരുന്നു. അന്ന് ഇന്ത്യയുടെ നേതാവ് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആ രീതി പെട്ടെന്ന് തീർത്തു, വളരെ പെട്ടെന്ന് തീർത്തു. അന്ന് ഹെൻറി കിസ്സിഞ്ചർ എന്ന് പറഞ്ഞ അമേരിക്കൻ നയതന്ത്രജ്ഞൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, അത് ഓർത്തിരിക്കണം. 2 നേഷൻ തിയറി വാസ് എ ബ്ലണ്ടർ, 3 നേഷൻ തിയറി വാസ് എ ഹിമാലയൻ ബ്ലണ്ടർ. പിടിച്ചെടുത്ത് കഴിഞ്ഞ് ഇയാൾ പറഞ്ഞ മുജീബുർ റഹ്മാനെ വെച്ച് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കണമായിരുന്നു ബംഗ്ലാദേശിനെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കണമായിരുന്നു. കാരണം അത്രയും കഷ്ടപ്പെട്ട് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോകരാഷ്ട്രങ്ങളിൽ ചില പ്രതിഷേധങ്ങളും യുഎന്നിലൊരു പ്രമേയമൊക്കെ പാസ്സാക്കും, ഇന്ത്യ വിട്ടുകൊടുക്കണം എന്നൊക്കെ പറയും. അതിനപ്പുറത്തേക്കില്ല. ലോകത്ത് മുഴുവൻ അങ്ങനെ നടന്നിരിക്കുന്നത്. അതിന് പകരം ബംഗ്ലാദേശിനെ അവിടെ വേറൊരു രാജ്യമാക്കി. കൾച്ചറലി അവർ ഭയങ്കരമായി നമുക്കെതിരെയുള്ള ഷിയ മുസ്ലിങ്ങൾ കൂടുതലുള്ളൊരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ. ഇന്ത്യയെ ഭയങ്കരമായിട്ട് എതിർക്കുന്നൊരു വിഭാഗമാണ്. ആ വിഭാഗത്തെ ഇപ്പുറം കൊണ്ടുവരാൻ പറ്റിയില്ല. ഇതിൽ നമ്മൾ 2 തരത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി, ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി കുറേ സ്ഥലത്തെങ്കിലും ഗാന്ധിയെ വിശ്വസിച്ചിരുന്നു. ഗാന്ധിയുടെ ഇന്ത്യയിൽ നമുക്ക് യാതൊരു അപകടം ഉണ്ടാകില്ല. പക്ഷെ പിന്നീട് വന്ന പ്രവർത്തനങ്ങൾ, പട്ടേലിൻ്റെ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ പോലും പ്രവർത്തനങ്ങൾ ഇവരിൽ അവിശ്വാസം വെച്ചു. ഇനി കുറേ പറഞ്ഞാൽ ഏറ്റവും വയലൻ്റായിട്ട് പ്രതികരിക്കുന്നവരാരാ? ബംഗാളി ഇല്ല. ആ ബംഗാളിൽ സമാധാനം ഉണ്ടാക്കാൻ, നൗഹാലിലൊക്കെ സമാധാനം ഉണ്ടാക്കാൻ ഗാന്ധിക്ക് പറ്റി. പക്ഷെ കാശ്മീരിൽ പറ്റിയില്ല. അടുത്ത വേറൊരു അപകടം, ബ്രിട്ടീഷുകാർ എവിടെയെല്ലാം ഭരിച്ചിട്ടും ഇട്ടിട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ അവിടെയെല്ലാം ആഭ്യന്തര സംഘർഷങ്ങൾക്കുള്ള വിത്തൂടപ്പായിട്ടാണ് പോയത്. ഇപ്പോൾ പാകിസ്ഥാനെ സൂക്ഷിക്കേണ്ട, പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ പ്രശ്നമുണ്ട് അവിടെ തന്നെ. കാശ്മീർ മാത്രമല്ല, ഇതിനേക്കാൾ പ്രശ്നം ബലൂചിസ്ഥാനിലുണ്ട്. അത് അവിടെ നടക്കുന്നു. രണ്ടാമത് ഇവിടെ ഇസ്രായേലും ഇവരും തമ്മിലുള്ള അറബ്സും തമ്മിലുള്ള തർക്കം. ഏതെല്ലാം രാജ്യത്തിട്ടിട്ട് പോയിട്ട് അവിടെയെല്ലാം പ്രശ്നമാണ്. ശ്രീലങ്കയിലുണ്ട് പ്രശ്നം, ബർമയിലുണ്ട്. അപ്പോൾ ഈ ആഭ്യന്തര കുഴപ്പത്തിനുള്ള വളം വിത്തിട്ടിട്ട് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയിട്ടുള്ളൂ. അത് മനസ്സിലാക്കാതെ നമ്മൾ പെരുമാറുമ്പോൾ ഇവിടെ മൗണ്ട് ബാറ്റൻ്റെ കാശ്മീരിൻ്റെ കാര്യത്തിൽ മൗണ്ട് ബാറ്റൻ്റെ പങ്കില്ലായിരുന്നു. ഈ ഒരു കാശ്മീർ ഉണ്ടാക്കാൻ എല്ലാ തരത്തിലും ആ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകേണ്ടതാണെന്നും
ഇന്ത്യയോട് ചേർക്കേണ്ടതാണെന്ന് മൗണ്ട് ബാറ്റൻ്റെ പറയാത്തത്. പക്ഷെ മൗണ്ട് ബാറ്റൻ അതങ്ങനെ ആയിക്കോട്ടെ. അവിടെ ബലൂചിസ്ഥാനോട് പറഞ്ഞു അവർക്ക് സെപ്പറേറ്റ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ബലൂചിസ്ഥാനുമായിട്ട് സെപ്പറേറ്റ് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. നടപ്പാക്കുന്നില്ല. ഈ പേപ്പറും പിടിച്ചാൽ നടക്കുക. ബലൂചിസ്ഥാൻകാർ നടക്കണ പഴയ എഗ്രിമെൻ്റ് നെഹ്റുവൊക്കെ കൂടെ ജിന്നയൊക്കെ കൂടെ ചേർന്നുള്ള എഗ്രിമെൻറ്റാണ്. നടപ്പാക്കുന്നില്ല. ഇവിടെ സിംല കരാറുണ്ട്. നടപ്പാക്കുന്നുണ്ടോ? ഈ അന്തർദേശീയ കരാറുകൾ എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ശക്തിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ല, ഇന്നിപ്പോൾ ഇന്ത്യ ശക്തമാണല്ലോ, സൈനികമായിട്ടൊക്കെ ശക്തമാണ്. ഇന്ത്യ പറയുന്നത് കേൾക്കാൻ മറ്റുള്ളവർ നിർബന്ധിതമാകുന്നൊരു സാഹചര്യം ഉണ്ട്. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ 20% മുസ്ലിം പോപ്പുലേഷൻ ഇവിടെയുള്ളൂ. 25 കൂട്ടിക്കും. ഈ 20% മുസ്ലിം പോപ്പുലേഷൻ കൂടെ പാകിസ്ഥാനി മുസ്ലിംസും കൂടെ ഇന്ത്യൻ ജനസംഖ്യയുടെ ഭാഗമായാൽ അതിന് ഇവിടുത്തെ BJP സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഈ നീക്കത്തെ ഏറ്റവും കൂടുതൽ എതിർക്കാൻ പോകുന്ന RSS ആയിരിക്കും. മുസ്ലിംസ് അല്ലാത്ത കാശ്മീരികൾ ഇങ്ങോട്ട് വരാൻ പറയും. എല്ലാ രാജ്യം നിന്ന് മുസ്ലിങ്ങൾ അവിടുന്ന് പോയിട്ട് വേണേൽ കാശ്മീർ എടുക്കും. ഒരിക്കലും RSSൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് അത്തരം ഒരു അസിമിലേഷൻ ഇങ്ങോട്ട് കാശ്മീരി മുസ്ലിങ്ങളെ കൂടെ നമ്മുടെ ഭാഗമാക്കാൻ തയ്യാറാകില്ല. ബംഗ്ലാദേശിൽ ഇപ്പോൾ ലാസ്റ്റ് എന്നാ കണ്ടു? അത് നമ്മുടെ വിടുപേടാണ്. അത് മോഡിയുടെ ഗവൺമെൻറ് ഏറ്റവും വലിയ പരാജയമാണ് ബംഗ്ലാദേശിൽ ആ സംഭവം ഉണ്ടായി എന്നുള്ളത്. കാരണം നമ്മളിവിടെ വെറുക്കുന്നു, ഇത് ഇവിടുത്തെ സംഭവം കാണിച്ചുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ ഇത് പോകാൻ പറ്റില്ല. ഇത് ഇപ്പോൾ ലഡാക്കിൽ എന്നാ സംഭവിക്കുന്നത്? ഇപ്പം നമ്മളിപ്പം POKയിൽ കലാപമെന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാൻകാർ പറയുന്നത് എന്നായിരിക്കും? ഇത് ലഡാക്കിൽ കലാപമാണ്. ഇത്തരം കലാപങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനത്തെ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. മതമോ പ്രാദേശികതയോ ഭാഷയോ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുന്ന എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരിക്കും. അമേരിക്ക എത്ര നാളം നിലനിന്നത് വൈവിധ്യമാണ്. എല്ലാ മതക്കാരും ഉണ്ട്, ഇല്ലേ? എല്ലാ ഭാഷക്കാരും ഉണ്ട്. അതില്ലാതാകുന്ന സമയത്ത് സംഘർഷം തുടങ്ങും. എപ്പോഴും ഒരു ന്യൂനപക്ഷം കാണും. ആ ന്യൂനപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കും. അവർ റിവോൾട്ട് ചെയ്യും. എത്ര ദുർബലമായിട്ടാണെങ്കിലും റിവോൾട്ട് ചെയ്യും. ആ റിവോൾട്ടിനെ തടയാൻ റിവോൾട്ട് ചെയ്യുന്ന 10 പേരെ തടയാൻ 100 പട്ടാളക്കാർ പോരാ. 100 അങ്ങനെയാണ്. അപ്പോൾ ഗറില്ല യുദ്ധമല്ലേ? എവിടെയെങ്കിലും അതിനൊന്ന് കാലെടുത്തെറിഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ ബോംബ് എടുത്തെറിഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് ഇത്തരം യുദ്ധങ്ങളെല്ലാം നടക്കുന്നത്. അവസാനം സഖി കെട്ടി ചിലപ്പം വലിയ രാജ്യങ്ങൾ കീഴടങ്ങേണ്ടി വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിയറ്റ്നാമിൽ സംഭവിച്ചെന്നെ അമേരിക്ക അടിയറവ് വന്നില്ലേ? അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം, ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള കാര്യങ്ങൾ അത് സേഫായിട്ട് സൂക്ഷിക്കുക. അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും മണിപ്പൂർ പ്രശ്നമായില്ലേ, ലഡാക്ക് പ്രശ്നമായില്ലേ, കാശ്മീർ പ്രശ്നമായില്ലേ, ബംഗാളിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണ്. മമത ചാരവനിതയെന്നാണ് പറയുന്നത്. മോഡിയുടെയും അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കന്മാരുടെ വായിൽ നിന്ന് വരുന്ന വാചകം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന നേതാവ് മമതയാണ്. സിനിമയുടെ പാരമ്പര്യമോ ഭാഷയുടെ അവരെ ചാരവനിതയെന്ന് പറയുകയാണെങ്കിൽ മോഡി ആരാ? അപ്പോൾ ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ. ഇപ്പോൾ ഈ പാക് അധീന കശ്മീർ അക്കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ഇല്ല, അതങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത അല്ലേ? അല്ല, ആദ്യം പറഞ്ഞ സംഭവം അവർ നമ്മുടെ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെട്ട് ഇങ്ങോട്ട് സ്വയം അവരിങ്ങോട്ട് ചേരാൻ തയ്യാറാണെങ്കിൽ ആ സ്ഥലം കൂടെ ഇങ്ങോട്ട് തരണം. കാശ്മീരിൽ ഇപ്പം അവർ വേണേൽ പാകിസ്ഥാൻ പറയും നിങ്ങളെല്ലാം അങ്ങോട്ട് പോകും, കുഴപ്പമില്ല, പഞ്ചാബികളൊന്നും അവിടെ താമസിക്കും. അത് പാകിസ്ഥാൻ്റെ സ്വീകാര്യമായിരിക്കും. അവരിങ്ങോട്ട് പോരുന്ന എത്ര പേര് പോരുന്നുണ്ട്, അഭയാർത്ഥിയായിട്ട് പോരുന്നുണ്ട്. മറിച്ച് ആ സ്ഥലം കൂടെ തരുമോ? അല്ല, ഇപ്പം ഞാൻ ഒരു സംശയത്തിന് ചോദിക്കൂടെ, ഈ റഷ്യയൊക്കെ നടത്തുന്നത് പോലെ ഒരു സൈനിക അധിനിവേശം നടത്തുക എന്നുള്ളത് സംബന്ധിച്ച് ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുമോ? ഇന്ത്യക്ക് അതിന് ഉക്രൈനിലെ ജനങ്ങളും അല്ല റഷ്യൻ ജനങ്ങളുമായിട്ട് സാംസ്കാരികമായി ക്രൈസ്തവ മെൻറ്റാലിറ്റിയുള്ള യോജിപ്പുള്ളതാണ്. ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നതാണ്. നമുക്കതല്ല. അതെ, ആ ഒരു വ്യത്യാസമുണ്ട്. സാംസ്കാരികമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ തീർക്കാം. നിങ്ങൾക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശും നമ്മളുമായിട്ട് സാംസ്കാരിക യോജിപ്പുണ്ട്. അതിവിടെ പറയാനോ പ്രവർത്തിക്കാനോ ആരെങ്കിലും തയ്യാറുണ്ടോ? സമയമുണ്ടോ? പറഞ്ഞോളൂ. അപ്പോൾ ഉദാഹരണത്തിന് ഈജിപ്ത്, സിറിയ, ലെബനാൻ, ഇറാഖ്, ഇറാൻ, ഈ ഏതെങ്കിലും രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിം നേതാവിൻ്റെ, ലീഡറിൻ്റെ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയുടെ, ഒരു സിനിമാ നടിയുടെ പേര് പറയാം. കുവൈറ്റ്, സൗദി അറേബ്യ, ഇഷ്ടം പോലെ പറയാം. ഉണ്ടോ? അറിയപ്പെടുന്നൊരു മുസ്ലിം വനിതയുടെ പേര് പറയാമോ? എൻ്റെ അറിവിലില്ല. ഉണ്ട്, നിങ്ങൾക്കറിയാം. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും 2 പ്രധാനമന്ത്രിമാർ വരെ മുസ്ലിങ്ങളായിട്ടുണ്ട്. ബനാസിർ ഭൂട്ടോയും കാളിദാസിയൊക്കെ അങ്ങനെ വന്നവരാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനൻറ്റ്. ഇവിടുത്തെ കൾച്ചർ, ജാതീയമായല്ല, കൾച്ചർ പാകിസ്ഥാനി ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വനിതകൾക്ക് അവിടെ ഇത്രയും പ്രാമുഖ്യം കിട്ടിയത്. വേറെങ്ങുമില്ല. അപ്പം അതില്ലാതാക്കാനാണ് പാകിസ്ഥാൻ ഇപ്പം നോക്കുന്നത്. മൗലികവാദികൾ നോക്കുന്ന അത്തരം സ്വാധീനം ഇല്ലാതാക്കാനായിട്ട് അവർ നോക്കുന്നത്. ആ ഇന്ത്യയുടെ ലിബറലൈസേഷൻ ആ ലിബറൽ അപ്രോച്ച് മാറ്റിയാൽ
അന്ന് ഇന്ത്യ തീർന്നു, പല കഷ്ണമാവും, ഓരോരുത്തരും ഓരോ കഷ്ണം കൊണ്ടുപോകും. അതിനൊക്കെ നോക്കിയിരിക്കുന്നവരുണ്ട്. ഇവിടെ ശ്രമിക്കുന്നതാണ് ഭാഷ. ഹിന്ദി, എല്ലാവരും ഹിന്ദി പഠിക്കണം, എല്ലാവരും രാമനെ പൂജിക്കണം. ഇവിടെ കൃഷ്ണനും ശിവനും ദുർഗ ഭഗവതിയൊക്കെ ഉണ്ട്. അപ്പോഴും രാമനാണ് വലിയ ദൈവമെന്ന് നമ്മൾ സമ്മതിക്കണം. അങ്ങനെ പറയും തോറും ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ വിഷവിത്തുകൾ പാകുകയാണ് പറയുന്നവർ ചെയ്യുന്നത്.